ഞങ്ങൾ പ്രോഗ്രാമിന് ഞങ്ങൾ പോകുന്നു. പ്രോഗ്രാമിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പണിക്കരേട്ടനെ ഞങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ പണിക്കരേട്ടൻ നമ്മൾ തോളെ പിടിക്കും. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴത്തേനും കറക്റ്റ് പണിക്കരേട്ടൻ അറിയാം. അപ്പോൾ പണിക്കരേട്ടനും സ്റ്റെപ്പ് അങ്ങനെ വെച്ച് പോകും. അപ്പോൾ നമ്മൾ കുറച്ച് പേരപ്പത്തിന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. കണ്ടുകൊണ്ട് നിന്നിട്ട് അവർ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് അവർ എന്തോ അവർക്കൊരു വല്ലാത്ത രീതിയിലാണ് വരുന്നത്. വന്നിട്ട് ചോദിച്ചു. എന്നിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കള്ള് കുടിച്ചിട്ട് ആൾക്കാരായിട്ട് ഭജനയ്ക്ക് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. അതായത് പണിക്കരേട്ടൻ കള്ള് കുടിച്ചിട്ട് പുള്ളി മദ്യപിച്ചിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് അവർക്ക് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് പണിക്കരേട്ടനും കേൾക്കുന്നുണ്ട്. അപ്പോൾ പണിക്കരേട്ടനും അത് ഭയങ്കരമായിട്ട് ഫീലായി. അത് കേൾക്കുന്നത് നമുക്കും ഫീലായി. അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ ആൾ കാഴ്ചയില്ലാത്ത ആളാണ്. അപ്പോഴത്തേനും അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്ക് ഭയങ്കരമായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്തു. അതിൽ പുള്ളി പോകുന്നിടം വരെ പ്രോഗ്രാമിന് കയറുമ്പോഴും അതിന് ശേഷമൊക്കെ അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് പിന്നെയും വിളിച്ച് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ. പക്ഷെ അവർക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇത് നടക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 17 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ആ ഒരു ഇൻസിഡൻറ്റ് കിടക്കുന്നത്. കാര്യം അത് നമ്മളെ അത്രത്തോളം നമ്മളെ ടച്ച് ചെയ്തുകൊണ്ടാണ് കാര്യം അവർ വന്ന് പറഞ്ഞത്.